الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ റബ്ബ് നാം ഏവരെയും തുണക്കുമാറാകട്ടെ. ഒരു റമളാൻ കൂടി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. ശഅബാൻ 25 വരെ ജീവിതത്തെ നീട്ടിത്തന്ന റബ്ബ് റമളാനിലേക്ക് നമ്മുടെ ആയുസ് നീട്ടിത്തരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അല്ലാഹുമ്മ ബാരിക്നാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ശഅബാനിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും റമളാനിലേക്ക് ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരുകയും ചെയ്യണേ എന്ന്. നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന റമളാൻ നിശബ്ദം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത്? കാരണം 2 തരത്തിലുള്ള സ്വീകരണങ്ങളുണ്ട്. ഒന്ന്, പരമ്പരാഗതമായ ശൈലിയിൽ ഒരു പതിവ് ആചാരം പോലെ റമളാനെ സ്വാഗതം ചെയ്യാറുണ്ട്. പതിവിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ചില കാര്യങ്ങളിൽ.
ഭക്ഷണ സമയങ്ങളിൽ മാറ്റമുണ്ട്, ഭക്ഷണ വിഭവങ്ങളിൽ മാറ്റമുണ്ട്, പള്ളികളിൽ കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ട്, രാത്രി നേരങ്ങളിൽ തറാവീഹ് എന്ന പേരിൽ ഒരു പ്രത്യേകമായ നമസ്കാരമുണ്ട്, ഉത്ബോധനങ്ങൾ, ക്ലാസുകൾ, മതപ്രഭാഷണങ്ങൾ, ഇഫ്താർ മീറ്റുകൾ, അങ്ങനെ കുറെ പതിവ് ചടങ്ങുകളുണ്ട്. ഇതൊക്കെ അങ്ങനെ വന്നു പോകും. ജീവിതത്തിൽ എത്രയോ തവണ അങ്ങനെ വന്നു പോയിരിക്കുന്നു. ശഅബാനിൽ ജീവിച്ച മനുഷ്യൻ ശവ്വാലിലെത്തുമ്പോൾ പ്രത്യേകിച്ചൊരു മാറ്റവും അയാളിൽ സംഭവിച്ചിട്ടില്ല. റമളാൻ കടന്നുപോയി. അടിസ്ഥാനപരമായ ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ പരമ്പരാഗതമായ ഒരു ശൈലിയിൽ യാന്ത്രികമായി ഒരാചാരം കണക്കെ റമളാൻ സ്വാഗതം ചെയ്യപ്പെടാറുണ്ട്. രണ്ടാമത്തേത് ഹൃദയപൂർവകമായ സ്വാഗതമാണ്. മനസ്സുകൊണ്ട് റമളാനെ സ്വീകരിക്കുക. റമളാനിന്റെ ഗുണങ്ങളെ സമാർജിച്ചെടുക്കാനും റമളാനിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി സ്വയം സന്നദ്ധരാകാനും തീരുമാനിച്ചുറച്ചുകൊണ്ട് റമളാനെ സ്വീകരിക്കുന്ന ശൈലി. ഒന്നാമത്തേത് ആരെയും തൊടാതെ കടന്നുപോകും. രണ്ടാമത്തേത് തൊടുന്ന റമളാനാണ്. അത് നമ്മുടെ മനസ്സിനെ സ്പർശിക്കും. അത് നമ്മുടെ ജീവിതത്തെ തൊടും. അത് മനസ്സിനെ ഒലിച്ചു കളയും. മനോഭാവങ്ങളെ മാറ്റിപ്പണിയും. ജീവിതത്തെ ഒരു പുനർവായനക്ക് വിധേയനാക്കും. പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കും. അപ്പോൾ ശഅബാനിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ ശവ്വാലിലെത്തുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി പുനർജനിക്കുന്ന ഒരനുഭവമായി തീരും ആ റമളാൻ. ഏത് രീതിയിലാണ് റമളാനെ സ്വാഗതം ചെയ്യാൻ നീ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഈ സമാജത്തിലെ ഓരോ അംഗങ്ങളും പരിശോധിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വിശുദ്ധ റമളാനിലെങ്കിലും സ്വയം ഒരു മാറ്റത്തിന് റെഡിയാണോ എന്നാണ് കാതലായ ചോദ്യം. ഈ റമളാനിലെങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ ഒരു മാറ്റത്തിന് റെഡിയാണോ എന്ന ചോദ്യം. ഈ റമളാൻ മാസം വന്നിട്ടെങ്കിലും അവനൊന്നും മാറാൻ കഴിഞ്ഞില്ലല്ലോ, അവനൊന്നും നന്നാകാൻ കഴിഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്തേ ഈ നോമ്പുകാലമായിട്ട് നന്നാവാത്തത് എന്നല്ല ചോദ്യം. ഈ വിശുദ്ധ റമളാനിലെങ്കിലും എനിക്ക് മാറാൻ കഴിയുമോ? ഞാൻ ഒരു മാറ്റത്തിന് സന്നദ്ധനാണോ? ഞാൻ സ്വയം മാറ്റത്തിന് സന്നദ്ധനല്ലെങ്കിൽ എന്നെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഒരു ഉത്ബോധനത്തിനും സാധ്യമല്ല, ഒരു ഖുതുബക്കും സാധ്യമല്ല, ഒരു റമളാൻ പ്രഭാഷണത്തിനും സാധ്യമല്ല. കാരണം അത് അല്ലാഹുവിന്റെ നടപടിക്രമമാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം മാറാത്ത ഒരു മനുഷ്യൻ, സ്വയം മാറ്റത്തിന് സന്നദ്ധമല്ലാത്ത ഒരു സമാജം, ഒരു സമുദായം ഒരിക്കലും അല്ലാഹു അവരെ മാറ്റുകയില്ല. അതുകൊണ്ട് മുമ്പിൽ വന്ന് നിൽക്കുന്ന റമളാൻ നമ്മോട് ചോദിക്കുന്നത് സ്വയം മാറാൻ സന്നദ്ധമാണോ എന്നാണ്. സ്വയം മാറ്റത്തിന് വിധേയനാകണമെങ്കിൽ ലക്ഷ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, ലക്ഷ്യത്തിൽ ഊന്നണം. ബാക്കിയുള്ളതെല്ലാം ശരീരമാണ്. ലക്ഷ്യമെന്ന് പറയുന്നതാണ് ആത്മാവ്. വിശുദ്ധ റമളാനിന്റെ ആത്മാവ്, വിശുദ്ധ റമളാനിന്റെ ലക്ഷ്യം, അതിലാണ് വിശ്വാസി ഊന്നേണ്ടത്. ബാക്കിയുള്ളതെല്ലാം ബാഹ്യമായ കാര്യങ്ങളാണ്. ആ ലക്ഷ്യം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അൽ ബഖറ 183 വചനം എല്ലാവർക്കും മനഃപ്പാഠമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹുവിന്റെ ആധിപത്യം അംഗീകരിച്ച
മുഹമ്മദ് നബിയുടെ മാർഗദർശനം സ്വീകരിച്ച സമൂഹമേ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്. നിങ്ങൾക്ക് മാത്രമല്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നത്, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. എന്തിന്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ. ലക്ഷ്യം വളരെ കൃത്യമാണ്, വളരെ സ്പഷ്ടമാണ്, വളരെ ലളിതമാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായി തീരണം. തഖ്വ എന്ന ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കണം. ഇതാണ് വിശുദ്ധ റമളാനിന്റെ വ്രതത്തിന്റെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഈ ലക്ഷ്യത്തിലായിരിക്കണം നമ്മുടെ ഊന്നൽ. തഖ്വ കാര്യങ്ങളുടെ മർമ്മമാണ് എന്ന് നമ്മൾ അറിയണം. തഖ്വയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളുടെ കഴമ്പ് എന്ന് പറയുന്നത്. തഖ്വയാണ് റമളാനിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ. ഖുർആനിലുടനീളം തഖ്വ സൂക്തങ്ങളാണ്. നൂറുകണക്കിന് ആയത്തുകൾ തഖ്വയെ സംബന്ധിച്ച് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഒരാൾ മുസ്ഹഫ് തുറന്ന് ഒന്നാമത്തെ പേജ് എടുക്കുമ്പോൾ ഫാത്തിഹ ഓതി അതിനിപ്പുറമുള്ള പേജിൽ ബഖറ തുടങ്ങുമ്പോൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അവിടെ തുടങ്ങുന്നു തഖ്വ സൂക്തങ്ങൾ. ഈ വിശുദ്ധ ഖുർആൻ യാതൊരു സന്ദേഹത്തിനും പഴുതില്ലാത്ത ഗ്രന്ഥമാണ്. ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വെളിച്ചം. ഈ വിശുദ്ധ ഖുർആൻ ആർക്കെങ്കിലും സന്മാർഗമാകുമോ അത് മുത്തഖീങ്ങൾക്കായിരിക്കും എന്നാണ് ഖുർആൻ തുടക്കത്തിലേ പറഞ്ഞു വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ഹിദായത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ മുത്തഖീങ്ങളാവണം. അല്ലാഹുവിന്റെ സാമീപ്യം ആർക്കാണ് കിട്ടുക? ഇത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അറിയണം അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പം. അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പം. അല്ലാഹുവിന്റെ മഅയ്യത്ത്, അല്ലാഹുവിന്റെ സാമീപ്യം അവർക്കാകുന്നു. അല്ലാഹുവിന്റെ ഹുബ്ബ്, അവന്റെ സ്നേഹം കിട്ടുന്നത് ആർക്കാണ്? ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. ഒരാളുടെ അമല് സ്വീകരിക്കപ്പെടണമെങ്കിൽ അയാൾ ആരാവണം? മുത്തഖിയാവണം എന്ന് ഖുർആൻ പറയും. എല്ലാവരിൽ നിന്നും അമല് കബൂലാക്കപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്ന നമ്മൾ കണ്ണു തുറന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഒരു കർമ്മം, ഒരു അമല് സ്വീകരിക്കപ്പെടണമോ നിങ്ങൾ മുത്തഖിയാവണം. ആദം നബിയുടെ സന്താനങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് വളരെ കൃത്യമായി അല്ലാഹു പഠിപ്പിച്ചു. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു ഒരു അമല് കബൂൽ ചെയ്യണമോ നിങ്ങൾ മുത്തഖി ആയിരിക്കണം. തഖ്വയുള്ളവനിൽ നിന്ന് മാത്രമേ അല്ലാഹു അത് സ്വീകരിക്കൂ. സ്വർഗം ആരുടെ വീടാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു അത് മുത്തഖീങ്ങളുടെ വീടാണ്. ദാറുൽ മുത്തഖീൻ. ആ കാണുന്ന വീട് ആരുടേതാണ്? അത് മുഹമ്മദ് കാക്കാടേതാണ് എന്ന് പറയുന്നത് പോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആ കാണുന്നത് സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ ദാറുൽ മുത്തഖീൻ. സൂറത്തുൻ നഹൽ. ദാറുൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ പാർപ്പിടമാണ് സ്വർഗം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല ഭക്ഷണം ഏതാ? ഖുർആൻ പറയുന്നു അത് തഖ്വയുടെ ഭക്ഷണമാണ്. ഫതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. ഫതസവ്വദു, നിങ്ങൾ യാത്ര പോകുമ്പോൾ പാഥേയം കരുതണം, ഭക്ഷണപ്പൊതി കരുതണം. മനസ്സിലാക്കണം, ഫഇന്ന ഖൈറ സാദി തഖ്വ, നല്ല ഭക്ഷണം തഖ്വയുടെ ഭക്ഷണമാണ്. ആഹാരപ്പൊതി കരുതണം. പക്ഷേ യാത്രയിൽ ഏറ്റവും നല്ല ആഹാരം തഖ്വയുടെ ആഹാരമാണ് എന്ന് അല്ലാഹു പറയും. നല്ല വസ്ത്രം വിശുദ്ധ ഖുർആൻ ചേർത്ത് പ്രയോഗിക്കുന്ന തഖ്വയോട്. ലിബാസു തഖ്വ ദാലിക ഖൈർ. ലിബാസു തഖ്വ, തഖ്വയുടെ വസ്ത്രം. തഖ്വയുടെ വസ്ത്രമാണ് നിങ്ങൾക്കുത്തമം. നല്ല അവസാനം ആർക്കാണ്? ഖുർആൻ പറഞ്ഞു വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, നല്ല
അന്ത്യ പരിണാമം, നല്ല അവസാനം മുത്തഖീങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു എന്ന്. ഇങ്ങനെ ഒരുപിടി സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹി. അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രത്യക്ഷരം പാലിക്കൽ, അള്ളാഹു വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞ മേഖലകളിൽ നിന്ന് അതെത്ര കൊതിപ്പിക്കുന്നതാണെങ്കിലും മധുരതരമാണെങ്കിലും വിട്ടുനിൽക്കൽ, ഇതാണ് തഖ്വ. അള്ളാഹുവിന്റെ അമ്രുകളെ പൂർണ്ണമായി പാലിക്കൽ തഖ്വയുടെ 50%. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ തഖ്വയുടെ ബാക്കി 50%. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ, അവൻ നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ 100% മുത്തഖിയായി മാറാം എന്നർത്ഥം. എന്താണ് തഖ്വ എന്നൊരിക്കൽ ഉബയ്യിനോട് ചോദിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉത്തരം ഒരു മറുചോദ്യമായിരുന്നു. ഹൽ അഖദത ത്വരീഖൻ ദാ ശൗക. മുള്ളുകൾ തിങ്ങി നിറഞ്ഞ ഒരു ഊടുവഴിയിലൂടെ താങ്കൾ നടന്നിട്ടുണ്ടോ? ദാർശനികനായ ഉബയ്യിന്റെ ചോദ്യം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കുടുസായ ഒരു വഴി, മുള്ളുകൾ കോർത്തു നിൽക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് നടന്നു പോകേണ്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും നടത്തം? വളരെ സൂക്ഷ്മതയോടുകൂടി. നമ്മുടെ വസ്ത്രമോ ശരീരമോ ആ മുള്ളുകളിൽ തട്ടാതെ തറയ്ക്കാതെ വസ്ത്രം ഉയർത്തിപ്പിടിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി നടന്നു പോകും. ഉബയ്യ് പറഞ്ഞു, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വഴിത്താരകളിലൂടെ നടന്നു പോകുമ്പോൾ ഗുണകരമല്ലാത്ത ഒരുപിടി പൈശാചികമായ പ്രലോഭനങ്ങളും വികാരങ്ങളും പ്രകോപനങ്ങളുമൊക്കെ നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ മലിനപ്പെടുത്താൻ വരുമ്പോൾ, അവിടെ ഈ മുള്ളു നിറഞ്ഞ വഴിയിൽ വസ്ത്രം കൂട്ടിപ്പിടിച്ച് നടന്നുപോയ ഒരു മനുഷ്യന്റെ സൂക്ഷ്മതയോടെ, അങ്ങേയറ്റത്തെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ആ മുള്ളുകളൊന്നും ശരീരത്തിലോ വസ്ത്രത്തിലോ തറക്കാതെ, ചോര പൊടിയാതെ, മുറിവ് പറ്റാതെ, പരിക്കേൽക്കാതെ നടന്നു പോകാൻ കഴിയുക. സത്യവിശ്വാസിയുടെ ഈ ജീവിത സമീപനമാണ്, ജീവിത സംസ്കാരമാണ് തഖ്വ എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സൂക്ഷ്മതയുടെ സമീപനം. റസൂലുള്ളാഹി പറഞ്ഞു, വൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ. ഹലാല് വ്യക്തം, ഹറാമു വ്യക്തം. വബൈനഹുമാ മുസ്തബിഹാത്ത്. ഹലാലോ ഹറാമോ എന്ന് നിശ്ചയിക്കാൻ വയ്യാത്ത കുറെ സംശയാസ്പദമായ അവ്യക്തതയുള്ള കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹാ കസീറുൻ മിനന്നാസ്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും അതിനെക്കുറിച്ച് ധാരണയില്ല. ഫമനിത്തഖ ശുബ്ഹാത്ത് ഇസ്തബറഅ ലിദീനിഹി വഇർലിഹി. പ്രവാചകൻ പറയുന്നു, ആ സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മനുഷ്യൻ വളരെ സൂക്ഷ്മതയോടുകൂടി, ജാഗ്രതയോടുകൂടി, ഹലാലോ ഹറാമോ എന്ന് നിശ്ചയമില്ലാത്ത സംഗതികളിൽ നിന്ന് മാറി നിൽക്കുന്ന മാന്യമായ സമീപനം സ്വീകരിക്കുന്ന മനുഷ്യൻ, തഖ്വയുടെ സമീപനം സ്വീകരിക്കുന്ന മനുഷ്യൻ, ഇസ്തബറഅ ലിദീനിഹി വഇർ, അവൻ അവന്റെ ആദർശത്തെയും അഭിമാനത്തെയും സംരക്ഷിച്ചു. അവന്റെ ആദർശത്തെയും അഭിമാനത്തെയും സംരക്ഷിച്ചു. വമൻ വഖഅ ഫി ശുബ്ഹാത്ത്. നീ ഒരാൾ അതിൽ പെട്ടുപോയാലോ അവൻ ആരെപ്പോലെയാണ്? ഖറാഇൻ യർആ ഹൗലൽ ഹിമാ യൂശികു യുവാഖിഉ. നിരോധിക്കപ്പെട്ട മേഖലകളിൽ കാലികളുമായി മേഞ്ഞു നടക്കുന്ന ഒരു ഇടയനെ പോലെയാണ് അയാൾ. പ്രവാചകന്റെ ഉപമ. ഇന്നമാ ബുഇത്തു മുഅല്ലിമൻ മുയസ്സിറ. ലോകത്തിന് കാര്യങ്ങൾ എളുപ്പം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന അധ്യാപകനായ, മനുഷ്യ സമൂഹത്തിന്റെ ഗുരുനാഥനായ പ്രവാചകന്റെ വാക്കുകൾ, ഉപമ. ഖറാഇൻ യർആ ഹൗലൽ ഹിമ. നിരോധിതമായ മേഖല, ആ മേഖലയ്ക്ക് ചുറ്റും കാലികളുമായി നടക്കുന്ന ഒരിടയൻ. നിരോധിത മേഖലയിൽ മുള്ളുവേലി കെട്ടിയിട്ടുണ്ട്. കാലികൾ അങ്ങനെ മേഞ്ഞ് പച്ചപ്പുല്ല് തിന്നു പോയി ആ അതിർത്തി വേലിയുടെ അരികിലെത്തി. എന്നിട്ട്
എന്നിട്ട് ആ മൃഗം അപ്പുറത്ത് തഴച്ചു നിൽക്കുന്ന പച്ചപ്പുല്ല് കിട്ടാൻ വേണ്ടി ഈ കമ്പികൾക്കിടയിലൂടെ ചിലപ്പോൾ തല അങ്ങോട്ടിട്ട് തിന്നെന്ന് വരാം. അപ്പുറത്തെ പുല്ല് തിന്നാനിടയാകുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ടാകാം. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയാണ് ഹലാൽ ഹറാമ് വ്യക്തതയില്ലാത്ത സംശയാസ്പദമായ കാര്യങ്ങൾ അതിൽ ചുറ്റിക്കറക്കുന്ന, സൂക്ഷ്മതയില്ലാതെ കറങ്ങുന്ന മനുഷ്യൻ. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാ വ ഇന്ന ലിക്കുല്ലി മലിക്കിൻ ഹിമൻ, എല്ലാ ഓരോ രാജാവിനും നിരോധിതമായ പ്രദേശങ്ങളുണ്ട്, ഹിമകളുണ്ട്. അലാ ഇന്ന ഹിമല്ലാഹി ഫീ അർളിഹി മഹാരിമുഹു, ഭൂമിയിൽ അല്ലാഹുവിന്റെ ഹിമ എന്ന് പറയുന്നത് നിഷിദ്ധങ്ങളുടെ മേഖലയാണ്. ഹറാമുകളുടെ ലോകം, കൊതിപ്പിക്കുന്ന ലോകം, മധുരതരമായ ലോകം, പ്രലോഭിപ്പിക്കുന്ന ലോകം. അതിനരികിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാൽ ഒരു പക്ഷേ ഈ മൃഗം അറിയാതെ തലയിട്ട് അപ്പുറത്തെ പച്ചപ്പുല്ല് തിന്നുന്നത് പോലെ ഈ മനുഷ്യൻ ഹറാമിലേക്ക് എത്തിപ്പെടാം, അവൻ അപകടത്തിലേക്ക് ചെന്നുപെടാം. അതുകൊണ്ടാണ് സിനയെക്കുറിച്ച് പറഞ്ഞപ്പോ വലാ തഖ്റബു സിന എന്ന് ഖുർആൻ പ്രയോഗിച്ചു. വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്. വ്യഭിചാരം എന്ന് പറയുന്ന മഹാനിഷിദ്ധത്തിലേക്ക്, പാപത്തിലേക്ക് നിങ്ങളെ തട്ടി വീഴ്ത്തുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾക്കരികിലൂടെ നടക്കരുത്. ഞാൻ സൂക്ഷിച്ചോളാമെന്ന് കരുതി നടക്കരുത്. അത് തഖ്വയുടെ സമീപനമല്ല. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ അറിയണം, ഈ സൂക്ഷ്മതയുടെ ജീവിത സമീപനത്തിനാണ്, സംസ്കാരത്തിനാണ് ഇസ്ലാം തഖ്വ എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് പ്രവാചകൻ വിശന്നു വലഞ്ഞു നടന്ന ആ ദിനത്തിൽ മുമ്പിൽ കിടക്കുന്ന കാരക്ക കണ്ടപ്പോൾ തിന്നാനുള്ള ആർത്തിയുണ്ടായി റസൂലിന്. പക്ഷെ അതെടുത്ത് അവിടെ തന്നെ ഇട്ട് വീണ്ടും നടന്നുപോയി. എന്നിട്ട് ആത്മഗതം പറഞ്ഞു, ലൗല അന്നി അഖാഫു അൻ തകൂന മിന സ്വദഖത്തി ലഅകൽതുഹ. മദീന പള്ളിയുടെ മുറ്റത്ത് കൂട്ടിയിട്ടിരിക്കുന്ന സകാത്തിന്റെ മുതലിൽപ്പെട്ട കാരക്ക കൂട്ടത്തിൽ നിന്ന് തെറിച്ചു വീണ ഒരു കാരക്കയായിരിക്കുമോ ഞാൻ കണ്ടത്? റസൂലിന്റെ സംശയം. ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക, സംശയാസ്പദമായതിനെ വിട്ടുകളയുക, സംശയാസ്പദമായതിനെ ഒഴിവാക്കുക. എന്റെ കയ്യിൽ ഈ പോളിസി വഴി വരാനിരിക്കുന്ന ഈ സംഖ്യ, ബിസിനസിന്റെ ഭാഗമായി ഞാനിപ്പോ സ്വീകരിക്കാൻ പോകുന്ന ഈ തുക വാസ്തവത്തിൽ എനിക്ക് അർഹതപ്പെട്ടതാണോ? വാസ്തവത്തിൽ അതിന് ഞാൻ യോഗ്യനാണോ? അതെനിക്ക് ഹലാലാണോ? സംശയം തോന്നി. സംശയമുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇതാണ് തഖ്വയുടെ സമീപനം. പ്രവാചകന കാരക്ക തിന്നണ്ടെന്ന് വെച്ചതുപോലെ കത്തിക്കാടുന്ന വിശപ്പിനിടയിലും അത് സക്കാത്തിന്റെ മുതലിൽപ്പെട്ടതാണെങ്കിൽ സക്കാത്തിന്റെ മുതൽ പ്രവാചകന് ഹറാമാണല്ലോ, അതുകൊണ്ട് പ്രവാചകൻ അതൊഴിവാക്കി. ഈ സമീപനത്തിനാണ് തഖ്വ എന്ന് പറയുക. ഈ ജീവിത സൂക്ഷ്മതയുടെ നിലപാടായിരിക്കണം വിശ്വാസി എല്ലാ മേഖലകളിലും ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, ഇത്തഖില്ലാഹ ഹൈസുമാ, എവിടെയായിരുന്നാലും ഈ സമീപനം സ്വീകരിച്ചോളൂ. പ്രവാചകൻ പറയുന്നു, എവിടെയായിരുന്നാലും. തഖ്വക്ക് അങ്ങനെ പ്രവേശിക്കാൻ പറ്റാത്ത ഇടങ്ങളില്ല. ഉളുവെടുക്കുമ്പോൾ സൂക്ഷ്മത, കൈകെട്ടുമ്പോൾ സൂക്ഷ്മത, നമസ്കരിക്കുമ്പോൾ അതിന്റെ അമലുകളിൽ സൂക്ഷ്മത, ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തും മുസഹഫ് കൈകൊണ്ട് എടുക്കുന്നിടത്തും സൂക്ഷ്മത. അവിടെയൊക്കെ തഖ്വയാണ്. പക്ഷേ ബിസിനസ്സായാൽ തഖ്വ വേണ്ടതില്ലെന്ന് ചിന്തിക്കുന്നു, രാഷ്ട്രീയമായാൽ തഖ്വ വേണ്ടതില്ലെന്ന് ചിന്തിക്കുന്നു, അധികാര രംഗത്തെത്തിയാൽ തഖ്വ വേണ്ടതില്ലെന്ന് ചിന്തിക്കുന്നു. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, എവിടെയായിരുന്നാലും അവിടെയൊക്കെ ഈ സൂക്ഷ്മതയുടെ നിലപാട് നീ ഉയർത്തിപ്പിടിക്കണം എന്ന് പ്രവാചകൻ പ്രത്യേകമായി ഉണർത്തി. തെരുവിലായിരിക്കുമ്പോൾ, അടുക്കളയിൽ വീട്ടുപണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കിടപ്പറയിൽ ഇണയുമായി ശയിക്കുമ്പോൾ, പുറത്തേക്കിറങ്ങി ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ, ഓഫീസിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ക്ലാസ് മുറിയിൽ അധ്യാപകനായി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭരണചക്രത്തിലിരുന്ന് അധികാരം നടത്തുമ്പോൾ, അവിടെയൊക്കെ എവിടെയൊക്കെ ഇടപെടുന്നോ അവിടെയൊക്കെ ഇത്തഖില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കുക. അലൈക ബിത്തഖ്വ, തഖ്വയുടെ ജീവിത സമീപനം ഉയർത്തിപ്പിടിക്കുക.
ഫഇന്നഹു അസ്യനു ലിഅംരിക കുല്ലി. നിന്റെ എല്ലാ കാര്യത്തിനും അത് അഴകാണ്. കർമ്മങ്ങളെ അഴകാക്കി മാറ്റുന്നത് അതിന്റെ പിന്നിലുള്ള തഖ്വാബോധമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈയൊരു സമീപനം, ഈയൊരു രീതിശാസ്ത്രം സ്വീകരിച്ചു നോക്കൂ. പിന്നെ പ്രസംഗങ്ങളുടെ ആവശ്യമില്ല, പിന്നെ ഉത്ബോധനങ്ങൾ വേണ്ടതില്ല. അറിയാതെ മനുഷ്യന്റെ മനസ്സ് മാറും, ജീവിതം മാറും, പെരുമാറ്റ ശൈലികളും മനോഭാവങ്ങളും മാറും. അലി ഇബ്നു അബീ താലിബ് ഒരിക്കൽ തഖ്വയെ നിർവചിച്ചു. അദ്ദേഹം പറഞ്ഞു സമഗ്രമായ ഒരു നിർവചനം: അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇതാണ് തഖ്വ. ഒന്നാമത്തേത് ഖൗഫാണ്. മഹാനായ അല്ലാഹുവിനെ പേടിക്കുക. അല്ലാഹുവിന്റെ ജലാലത്തിനെ കുറിച്ച് ബോധ്യമുള്ള വിശ്വാസി അല്ലാഹുവിനെ പേടിക്കും, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയക്കും. മരുഭൂമിയിൽ ഒരിടയൻ നടന്നു പോകുന്നു. ആ മനുഷ്യൻ ഒട്ടകത്തിന്റെ പുറത്ത് കയറും, പിന്നെ ഇറങ്ങും, പിന്നെ കയറും, പിന്നെ ഇറങ്ങും. അപ്പോഴൊക്കെ എന്തോ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ അസ്വസ്ഥനാണ് അദ്ദേഹം. ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കാണുകയാണ്. ചോദിച്ചു കൊടുത്തിയെന്ന് മാലി അറാക മഹ്സൂന, താങ്കൾ വളരെ അസ്വസ്ഥനാണല്ലോ, വല്ലാത്ത എന്തോ ഒരു പ്രശ്നം താങ്കളെ വിഷമിപ്പിക്കുന്നുണ്ടല്ലോ, എന്താണ് പറയൂ, ഒരുപക്ഷെ താങ്കളെ സഹായിക്കാൻ എനിക്ക് സാധിച്ചേക്കും. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ആയത്താനി ഫിൽ ഖുർആൻ എന്നാണ് പറയുന്നത്. ആയത്താനി ഫിൽ ഖുർആൻ, ഖുർആനിലെ 2 വചനങ്ങളാണ് എന്റെ വിഷമത്തിന്റെ ഹേതു. 2 കൊച്ചു ആയത്തുകൾ, സൂറത്ത് തൂറിൽ അല്ലാഹു അറിയിച്ച 2 വചനങ്ങൾ. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ ലവാഖിഅ, അത് സംഭവ്യമാണ്, അത് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. യാതൊരു സംശയവും വേണ്ട, നിന്റെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കാനുള്ളതാണ്. മലഹൂമിൻ ദാഫ്, അതിനെ തടയുന്ന ഒന്നുമില്ല. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന യാതൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. ഒരാളുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു സംവിധാനവുമില്ല. ഞാൻ എന്റെ പാപങ്ങളുടെ പേരിൽ നാളെ പിടിക്കപ്പെടുമ്പോൾ, ഞാൻ ശിക്ഷിക്കപ്പെട്ടാൽ, അള്ളാഹു ശിക്ഷക്ക് വിധിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ 2 ആയത്തുകളാണ് എന്നെ അസ്വസ്ഥനാക്കുന്നത് എന്ന് പറഞ്ഞ ഇടയനായ, ഗ്രാമീണനായ, ഒട്ടകക്കാരനായ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം പുലർത്തിയതാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ ജീവിത സമീപനമായിരിക്കണം അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിനോടുള്ള സ്നേഹം. അള്ളാഹുവിന്റെ നിരന്തര നിരീക്ഷണത്തിലാണ് ഞാനെന്ന ബോധം. പ്രിയമുള്ളവരെ, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്, എഴുതാനും എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ ഈ ഒരു സമീപനം, വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 1-ാമത്തെ വചനം, മനുഷ്യ സമുദായത്തിന്റെ ചരിത്രം മുഴുവൻ അല്ലാഹു ആറ്റിക്കുറുക്കി സംഗ്രഹിച്ചിരിക്കുന്നു ആ ആയത്തിൽ. അതിന്റെ ഒടുവിൽ പറയും, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു ഉണ്ട് മുകളിൽ എന്ന ബോധമുണ്ടാകണം. റഖീബായിട്ട് അല്ലാഹു ഉണ്ട്, സദാ നിരീക്ഷകനായിട്ട് അല്ലാഹു ഉണ്ട് നിങ്ങളുടെ ചലനങ്ങൾക്ക് മുകളിൽ. ഈ ബോധമുണ്ടാകണം, ആ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടാകണം. അതാണ് തഖ്വയുടെ 1-ാമത്തെ ഭാവം എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ മർമ്മമാണ്. ഇതാണ് വിഷയങ്ങളുടെ വിഷയം. മനുഷ്യനെ നന്നാക്കാൻ കഴിയുന്നത് ഇതിന് മാത്രമാണ്. ഇത് നമ്മൾ പുലർത്തണം, നമ്മൾ പ്രബോധനം ചെയ്യണം, പരസ്പരം പറയണം, കുട്ടികളെ ഉപദേശിക്കണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം ഉപദേശിച്ചില്ലേ? മഹാനായ ലുഖ്മാൻ മകനെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ ഉപദേശിച്ച് നിനക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ടാവുമല്ലോ, എപ്പോഴും ഇങ്ങനെ ഉപദേശം, മോനെ ഇനി ഞാൻ ഉപദേശിക്കുന്നില്ല, ഇനി വല്ല ഉപദേശിക്കേണ്ടെന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മോനെ ഇനി ഇഷ്ടം പോലെ ജീവിച്ചോളൂ, തോന്നുന്നതൊക്കെ ചെയ്തോളൂ. കുട്ടിക്ക് അത്ഭുതം തോന്നി, എന്റെ ഉപ്പ ഇങ്ങനെ പറയുന്നത്. വളരെ സ്നേഹത്തോടുകൂടി സൗമ്യഭാവത്തിൽ തന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ഉപ്പക്ക് എന്ത് പറ്റി? കുട്ടി അങ്ങനെ നടന്നുപോയപ്പോ ലുഖ്മാൻ വീണ്ടും വിളിച്ചു, മോനെ
പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതെന്താണെന്ന് ചോദിച്ചാൽ, നീ എന്ത് തെറ്റും ചെയ്തോളൂ, പക്ഷേ അല്ലാഹ് കാണാതെ ചെയ്യണം. റബ്ബ് കാണാത്ത ഒരിടത്ത് നിന്നിട്ട് വേണം ഈ തിന്മ ചെയ്യാൻ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സുഖ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. നമ്മൾ ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളെ ഉപദേശിക്കണം, സ്നേഹത്തോടെ സൗമ്യതയോടെ ഉപദേശിക്കണം, പരസ്പരം നമ്മൾ വസിയത്ത് ചെയ്യണം. യാ ബുനയ്യ, ലുക്മാൻ വിളിച്ചു പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണി തൂക്കം, ഒരു കടുകുമണി തൂക്കമാണ് കർമ്മം, നീ ചെയ്ത തിന്മ. പക്ഷേ ഫതകും ഫീ സുഖ്റ, ഒരു കരിമ്പാറയുടെ ഉള്ളിലാണത് ചെയ്തിട്ടുള്ളത്. കരിമ്പാറക്കെട്ടിനുള്ളിലാണ് ഒരു ചെറിയ ഒരു കടുകുമണി തൂക്കമുള്ള ഒരു കർമ്മം. ഫതകും ഫീ സുഖ്റത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി, ആകാശങ്ങളിൽ എവിടെയോ ഭൂമിയിൽ എവിടെയോ ആകട്ടെ, യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അത് കൊണ്ടുവരും. അല്ലാഹ് അത് കൊണ്ടുവരും, അത് ഹാജരാക്കും, വിചാരണ ചെയ്യും. കർമ്മങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ മനോഭാവങ്ങളടക്കം അല്ലാഹ് പൊളിച്ചു കൊണ്ടുവരുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അഫലാ യഅലമു ഇദാ ബുഇസിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ, ഖബറിടങ്ങൾ ഇളക്കിമറിക്കപ്പെടുമ്പോൾ, വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് പുറത്തെടുക്കുമ്പോൾ, ഹുസ്സില തഹ്സീൽ, അറബി അറിയുന്നവർക്കറിയാം. ഒരു പഴം അതിന്റെ ആ പുറന്തോട് മാറ്റിയിട്ട് അതിന്റെ കാമ്പെടുക്കുന്നതിനാണ് തഹ്സീൽ എന്ന് പറയാം. വഹുസ്സില മാ ഫിസ് സുദൂർ, കർമ്മം ചെയ്തോ ഇല്ല എന്നതല്ല അള്ളാഹുവിന്റെ നോട്ടം. കർമ്മം ചെയ്യുമ്പോൾ നിന്റെ മോട്ടീവ് എന്തായിരുന്നു, പ്രേരകം എന്തായിരുന്നു. നിസ്കാരത്തിന് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ ഉണ്ടായിരുന്നോ എന്നതല്ല, ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നതല്ല, ജനസേവനം ചെയ്തിട്ടുണ്ടോ എന്നതല്ല, ചെയ്യുമ്പോൾ നിന്റെ മനോഭാവം എന്തായിരുന്നു, അതിന്റെ പ്രേരണ എന്തായിരുന്നു. വഹുസ്സില മാ ഫിസ് സുദൂർ, തഹ്സീൽ ചെയ്യുമല്ലോ. പുറമേക്കുള്ള എല്ലാ ആർഭാടങ്ങളും എടുത്തു മാറ്റി ആ കവറൊക്കെ അഴിച്ചു മാറ്റിയിട്ട് അതിന്റെ കാമ്പ് അല്ലാഹു എടുക്കും. അങ്ങനെയുള്ള ഒരു ദിനം വരാനിരിക്കുന്നു എന്ന ബോധം, അങ്ങനെ ഒരു വിചാരണ പടച്ചവൻ നടത്തുമെന്ന ചിന്ത, അതാണ് തഖ്വയുടെ ഒന്നാം ഭാവമെന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. വൽ അമലു ബിത്തൻസീൽ, അല്ലാഹ് ഇറക്കിയ വെളിച്ചമുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ കൊണ്ട് അമലുകളെ ചിട്ടപ്പെടുത്തുക. വൽ അമലു ബിത്തൻസീൽ, വിശ്വാസിയായിട്ട് വെറുതെ ഇരിക്കാൻ വയ്യ. മുഅ്മിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കർമ്മവും ചെയ്യാതെ അലസനായിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോവുക സാധ്യമല്ല. വൽ അമലു ബിത്തൻസീൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അമലാണ്. തസ്ദീഖും ബിൽ അമലാണ് ഈമാൻ. വിശ്വാസം എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് സത്യപ്പെടുത്തുന്നതും സാക്ഷാത്കരിക്കുന്നതുമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. ആ വിശ്വാസത്തിൽ നിന്ന് കർമ്മമുണ്ടാകണം. വൽ അമലു ബിത്തൻസീൽ, നിന്റെ കർമ്മങ്ങളെ ഖുർആൻ കൊണ്ട് ക്രമീകരിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞു വൽ ഖനാഅത്ത് ബിൽ ഖലീൽ, ജീവിതത്തിൽ പടച്ചവൻ തന്നത് തുച്ഛമായ വിഭവങ്ങൾ, ഖലീൽ, പക്ഷെ ആ ഖലീലിൽ നീ സംതൃപ്തനാണ്. എനിക്ക് തന്നതിൽ ഞാൻ സംതൃപ്തനാണ്. എനിക്കാകെയുള്ളത് 2500 രൂപയാണ് ശമ്പളം. ആ 2500 രൂപയിൽ ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ട് ജീവിതം എങ്ങനെ മനോഹരമാക്കാം. 5000 50,000 ഉറുപ്പികയോ സാലറി കിട്ടുമ്പോഴും ഞാൻ അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി മനോഹരമായിട്ട് എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിക്കുന്നവനാണ് വിശ്വാസം. ആർത്തിയും അലക്ഷ്യമില്ല. വൽ ഖനാഅത്ത് ബിൽ ഖലീൽ, ഖലീലായതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള, പരിമിത വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനുഷ്യന്റെ മനസ്സ്, ഇത് തഖ്വയാണ് എന്നാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. വലിസ്തിദാദു ലിയൗമിർ റഹീൽ, വേർപെടുന്ന ഒരു നാൾ വരാനിരിക്കുന്നു. ദുനിയാവിൽ നിന്ന്, പദവികളിൽ നിന്ന്, ജോലികളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് നീ വേർപെട്ടു പോകുന്ന മരണത്തിന്റെ ദിനം വരാനിരിക്കുന്നു. ആ ദിനത്തിനു വേണ്ടിയുള്ള ഇസ്തിദാദ്, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ്, ആ തയ്യാറെടുപ്പാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അതാണ് ഒരു മുത്തഖി
മുത്തഖിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിനം അയാൾക്ക് കടന്നുപോകുന്നു. ഏത് സന്ദർഭത്തിൽ തമ്പുരാനായ നാഥൻ വിളിച്ചോ അപ്പോൾ പോകാൻ റെഡിയായിരിക്കുന്ന ഒരു മനസ്സ്. ആലോചിച്ച് നോക്കൂ, ആ ചിന്ത എപ്പോഴും. മഹാനായ ഒരു സഹാബിക്ക് ഒരു സമ്മാനം കിട്ടി. അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിന് പങ്കെടുത്തപ്പോൾ ഒരൽപ്പം കസ്തൂരി പ്രവാചകൻ അദ്ദേഹത്തിന് സമ്മാനിച്ചു. ആ കസ്തൂരി കിട്ടിയപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത്, ഇതെനിക്ക് മരണത്തിന്റെ സന്ദർഭത്തിൽ പോകുന്ന യൗമുർ റഹീലുണ്ടല്ലോ, ഈ വേർപാടിന്റെ സെന്റ് ഓഫിന്റെ ദിവസം, അന്നെനിക്ക് ഈ സുഗന്ധം ഉപയോഗിക്കണം എന്നാണ് ആ സഹാബി ചിന്തിക്കുന്നത്. അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചു. മരണത്തിന്റെ സുദിനത്തിൽ അദ്ദേഹം അത് പുറത്തെടുത്തു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ ഇവിടെയൊക്കെ ഈ കസ്തൂരി ഒന്ന് ഈ സുഗന്ധമാക്കൂ, ഈ വീട് മുഴുവൻ സുഗന്ധപൂരിതമാകട്ടെ. കാരണം ഇവിടെ കുറച്ച് വിരുന്നുകാർ ഇപ്പോൾ വരും. ആ വിരുന്നുകാർ വിശിഷ്ടരായ വിരുന്നുകാരാണ്. അവർ ഭക്ഷണത്തിൽ താല്പര്യമുള്ളവരല്ല, അവർ തിന്നുന്ന വിരുന്നുകാരല്ല, പക്ഷെ അവർക്ക് സുഗന്ധം ഇഷ്ടമാണ്. അങ്ങനെ സുഗന്ധം ഇഷ്ടപ്പെടുന്ന മലക്കുകൾ ഇപ്പോൾ ഇവിടെ വരും. മരണത്തിന്റെ മലക്കുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സുഗന്ധപൂരിതമാക്കുക എന്ന് പറഞ്ഞിട്ട് മരണത്തിന്റെ ദിവസത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്ന സഹാബത്തിന്റെ ചരിത്രമുണ്ട്. റഹീൽ, ഓരോ കർമ്മം ചെയ്യുമ്പോഴും അത് മരണത്തെ മുൻനിർത്തി, മരണാനന്തരമുള്ള ജീവിതത്തെ മുൻനിർത്തിയുള്ളതാക്കി മാറ്റാനുള്ള മനുഷ്യന്റെ ജാഗ്രതയാണ്, ബോധമാണ് തഖ്വയെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. ഈ തഖ്വാബോധം ഉള്ളിൽ ഉണരുമ്പോൾ പുറത്തു വരുന്നത് എന്തോ അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഈ തഖ്വാബോധം ഉള്ളിൽ ഉണരുമ്പോൾ ആ മനുഷ്യന്റെ പുറത്തേക്ക് വരുന്നത് എന്താണോ അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണം. തഖ്വ എങ്ങനെയാണോ പുലർത്തേണ്ടത് അതുപോലെ തഖ്വ പുലർത്തണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിക്കൊണ്ടല്ല നിങ്ങൾ മരിക്കരുത്. നിങ്ങൾ തഖ്വ ഉയർത്തിപ്പിടിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുത്തഖൂൻ എന്നല്ല. നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കണം, മുത്തഖീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുതെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ തഖ്വ ഉയർത്തിപ്പിടിക്കണം, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത്. തഖ്വാബോധം ഉള്ളിലുണരുമ്പോൾ പുറത്തേക്ക് വരുന്നതാണ് ഇസ്ലാം. ആ മനുഷ്യനാണ് മുസ്ലിം. തഖ്വയുടെ ബാഹ്യമായ രൂപമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മെ ഉണർത്തുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ ഉള്ളിലെ തഖ്വ സുഹൃതങ്ങളായി, നന്മകളായി വിരിയണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്. യാന്ത്രികമായിട്ട് എങ്ങോട്ടോ തിരിഞ്ഞു നിൽക്കുന്നതിലൊന്നും അല്ല കാര്യം. നിങ്ങൾ എങ്ങോട്ട് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നു എന്നതല്ല പുണ്യം. നന്മ നിറഞ്ഞ മനുഷ്യൻ ആരാണ്? വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബി. ഈമാൻ കാര്യങ്ങൾ, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. പിന്നെ പറഞ്ഞു, വആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബിനസ് സബീൽ വസ്സായിലീന വഫിർ റിഖാബ്. വിശ്വാസമുള്ള മനുഷ്യൻ അവന്റെ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഇൻഫാക്കിനെ കുറിച്ച് പറഞ്ഞു. സമ്പത്തിനോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ ബന്ധുക്കളെ സഹായിക്കുക, അനാഥകളെ സഹായിക്കുക, പാവങ്ങളെ സഹായിക്കുക, വഴിയാത്രക്കാർക്ക് സഹായം ചെയ്യുക, ചോദിച്ചു വരുന്നവർക്ക് വിഭവങ്ങൾ നിഷേധിക്കപ്പെട്ടവരെ സഹായിക്കുക, അടിമത്തമോചനത്തിന് പണം ചിലവഴിക്കുക. ഇങ്ങനെ തനിക്ക് നൽകപ്പെട്ട സമ്പാദ്യം അള്ളാഹുവിന്റെ വഴിയിൽ ചിലവഴിക്കുന്ന ശീലം. പിന്നെ പറഞ്ഞു, വഅഖാമസ്സലാ വആതസ് സകാത്ത്. ഇബാദാത്തുകൾ, നമസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക. വൽമൂഫൂന ബിഅഹദിഹിം ഇദാ ആഹദു വസ്സാബിരീന ഫിൽ ബഅസായി വൽളറായി വഹീനൽ ബഅസ്. മനുഷ്യനെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. സുബ്ർ പോലുള്ള ഗുണങ്ങൾ, കരാർ ചെയ്താൽ പാലിക്കുക പോലുള്ള ഗുണങ്ങൾ, അഖ്ലാഖ് അല്ലാഹു എടുത്തു പറഞ്ഞു. ഈ വിശുദ്ധ സൂക്തത്തിൽ ഈമാൻ പറഞ്ഞു, ഇൻഫാഖ് പറഞ്ഞു, ഇബാദാത്തുകൾ പറഞ്ഞു, അഖ്ലാഖ് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഉലായിക്കല്ലദീന സ്വദഖു, ഇവരാണ് സത്യപ്പെടുത്തിയ ആളുകൾ, ഇവരാണ് സാദിഖുകൾ. വ ഉലായിക ഹുമുൽ മുത്തഖൂൻ, ഇവരാണ് മുത്തഖുകളും.
പ്രിയമുള്ളവരെ, വിശദീകരിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ തഖ്വാബോധം ഒരാളുടെ ഉള്ളിൽ ഉണരുമ്പോൾ, ആ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇസ്ലാമിന്റെ സുഹൃതങ്ങൾ പ്രവഹിക്കുമ്പോൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അയാൾ ചെയ്യുന്ന നന്മ നിറഞ്ഞവന്റെ ജീവിതമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവരാണ് സാദിഖുകൾ, ഇവരാണ് യഥാർത്ഥത്തിൽ മുത്തഖുകൾ എന്ന് അല്ലാഹു പറയുന്നു. ഈ തഖ്വയുടെ ഗുണം വളർത്താൻ നോമ്പ് ഉപകരിക്കുമെന്നാണ് 183-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇപ്പറഞ്ഞ ഒരു ജീവിത സമീപനം, സൂക്ഷ്മതയുടെ സംസ്കാരം, ഈ ഗുണഗണങ്ങൾ വളർത്തിയെടുക്കാൻ റമദാനിലെ നോമ്പ് നിങ്ങൾക്ക് സഹായകരമാണ്. അതിനാണ് യഥാർത്ഥത്തിൽ നോമ്പ്. അപ്പോൾ തഖ്വയുടെ പാഠശാലയാണ്, പരിശീലന കളരിയാണ് യഥാർത്ഥത്തിൽ നോമ്പ്. റമദാൻ എന്ന് പറയുന്നത് ഇതാണ് കാര്യങ്ങളുടെ കഴമ്പ്. മറ്റ് സംഗതികളിൽ ശ്രദ്ധിക്കുന്നതിനു പകരം ഇതിൽ ഊന്നി മുമ്പോട്ട് പോകാൻ, അങ്ങനെ റമദാനെ സ്വീകരിക്കുവാൻ, പരമ്പരാഗതമായ ശൈലിയിൽ യാന്ത്രികമായ ഒരു ആചാരം പോലെ സ്വീകരിക്കുന്നതിനു പകരം ബോധപൂർവം, ഹൃദയപൂർവം, അപ്പൊ നമ്മുടെ മനസ്സിനെ തൊടുന്ന, ജീവിതത്തെ സ്പർശിക്കുന്ന, നമ്മുടെ മാനസിക ഭാവങ്ങളെ പിടിച്ചുലയ്ക്കുന്ന, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വിശുദ്ധ റമദാൻ, അതായിരിക്കണം നമ്മുടെ തേട്ടം, അതിനായിരിക്കണം നമ്മുടെ പരിശ്രമം. അല്ലാഹു കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.